നമസ്കാരം സാർ. നമസ്കാരം. സാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇപ്പോൾ ചർച്ചകൾ വരുമ്പോൾ കഴിഞ്ഞ ദിവസം ജോസഫ് സാറിന്റെ ഒരു വീഡിയോ കാണാനിടയായി. അദ്ദേഹം അതിൽ പറയുന്ന കാര്യം IPC പ്രകാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഏപ്രിൽ 2024 നടന്ന സംഭവം ആയതുകൊണ്ട് BNS ആണ് അവിടെ ആപ്ലിക്കബിൾ ആയിട്ട് വരേണ്ടിയിരുന്നത്. അപ്പോൾ IPC പ്രകാരം എടുത്ത ഈ കേസ് വാലിഡ് അല്ല, ഇൻവാലിഡ് ആണ് എന്നാണ് അദ്ദേഹമോട് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഇതിലെന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ സർ? അത് അദ്ദേഹത്തിന് എന്തോ കൺഫ്യൂഷൻ വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് പ്രസിഡന്റ് ഡിസംബർ 25, 2023 ഈ നിയമങ്ങളൊക്കെ പാസ്സാക്കിയെങ്കിലും ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരുന്ന ദിവസം, അതിൽ ഏത് ദിവസമാണ് ഇഫക്റ്റീവ് ആ ദിവസം മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ജൂലൈ 1, 2024 മുതലാണ് BNSസും DNSും പ്രാബല്യത്തിൽ വരുന്നത്. അതിൻ്റെ ലീഗൽ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ക്രൈം എന്ന് പറയുന്നതാണ് BNS IPC റീപ്ലേസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ജൂലൈ 1, 2024 ശേഷം കമ്മിറ്റ് ചെയ്യുന്ന ക്രൈമിന് മാത്രമേ BNS ആപ്ലിക്കബിൾ ആകുള്ളൂ. ജൂൺ 30, 2024 വരെയുള്ള എല്ലാ ക്രൈമും ഡേറ്റ് ഓഫ് ഒക്കറൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം IPC ആണ്. പക്ഷെ ആ ദിവസങ്ങളിൽ കമ്മിറ്റ് ചെയ്ത ക്രൈം ആണെങ്കിലും അത് റിപ്പോർട്ട് ചെയ്യുന്നത് ജൂലൈ 1 ശേഷമാണെന്നുണ്ടെങ്കിൽ, 2024 ജൂലൈ 1 ശേഷമാണെങ്കിൽ CRPCക്ക് പകരം BNSS ആപ്ലിക്കബിൾ ആകും. പക്ഷെ ഇതിൽ പോലീസ് കറക്റ്റായിട്ട് IPC സെക്ഷൻസ് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് ജൂലൈ 1 മുതൽ മാത്രമാണ് BNSS ആപ്ലിക്കബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 2024 നടന്നു എന്ന് പറയുന്ന ഈ സംഭവത്തിൽ IPC തന്നെയായിരിക്കും നിലനിൽക്കുക അല്ലേ? IPCയെ ആപ്ലിക്കബിൾ ആക്കാൻ നോക്കൂ. അവിടെ BNS ചെയ്താൽ ആ കേസ് തള്ളിപ്പോകും. പക്ഷേ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പിന്നീടാണല്ലോ, BNS നിലവിൽ വന്നതിന് ശേഷമാണല്ലോ. അപ്പൊ അതുമായിട്ട് എങ്ങനെയാണ് ഇത് കണക്റ്റഡ് ആവുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. 2024 ശേഷം രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കേസിലും CRPCക്ക് പകരം അതിനെ റീപ്ലേസ് ചെയ്ത് വന്ന BNSS എന്ന് പറയുന്ന ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, അതായത് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിനെ റീപ്ലേസ് ചെയ്ത ആക്ട് ആപ്ലിക്കബിൾ ആകും. അതനുസരിച്ച് വേണം പോലീസ് ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ. പക്ഷേ ക്രൈമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ BNS എന്ന് പറയുന്നതാണ് IPCയെ റീപ്ലേസ് ചെയ്തത്. അപ്പൊ എന്ന് പറയുന്നതാണ് ജൂൺ 30, 2024 വരെയുള്ള ഡേറ്റ് ഓഫ് ഒക്കറൻസ് ഉള്ള ക്രൈംസിന് ആപ്ലിക്കബിൾ ആകുക. പണ്ട് ചെയ്ത ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ചെയ്ത ഒരു ക്രൈം ആ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ചാർജ് ചെയ്യാൻ സാധിക്കില്ല. ആ നിയമപ്രകാരം പണ്ടനുസരിച്ച് മാത്രമേ നമുക്ക് ആ ഓഫൻസിനെ ചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏപ്രിലിൽ ചെയ്യുമ്പോൾ ജൂലൈ 1, 2024 പ്രാബല്യത്തിൽ വന്ന BNS ആപ്ലിക്കബിൾ ആക്കിയാൽ ആ FIR തള്ളിപ്പോകും. ജൂൺ 30, 2024 വരെ ഡേറ്റ് ഓഫ് ഒക്കറൻസ് ആയിട്ടുള്ള ഏത് ക്രൈമും IPC ആണ് ആപ്ലിക്കബിൾ. അത് സുപ്രീം കോടതിയുടെ വിധികളും. ഓക്കെ സാർ, അത് ക്ലിയർ ആയി. ഇപ്പോ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ BNSന്റെ ഒരു 172 വകുപ്പ് പ്രകാരം 3 ദിവസത്തിനകം ഇപ്പോ പുറത്തുനിന്നും ചെയ്തൊരു പരാതി കൊടുത്ത് വിദേശത്തു നിന്ന് പരാതി കൊടുക്കുന്ന ഒരാളാണെങ്കിൽ പോലും 3 ദിവസത്തിനകം വന്നിട്ട് മൊഴി കൊടുക്കണം എന്നുണ്ട്. അല്ലെങ്കിൽ വീഡിയോഗ്രാഫി വഴി മൊഴി കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ഒരു വനിതാ ഉദ്യോഗസ്ഥ തന്നെ ആയിരിക്കണം മൊഴി എടുക്കേണ്ടത് എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് മിക്കവാറും BNSS 173(2) ആയിരിക്കും. 173(2) എന്ന് പറയുന്ന ഒരു വകുപ്പാണ്. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴി വിദേശമോ സ്വദേശമോ എന്നൊന്നുമില്ല, പോലീസ് സ്റ്റേഷന് തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നവർക്കും ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴി പരാതി കൊടുക്കാം. അത് 173(2) ആണ്. ആ 173(2) അനുസരിച്ച് കൊടുക്കുന്ന പരാതികൾ 3 ദിവസത്തിനകത്ത്
ഒപ്പിടണമെന്നാണ് BNS 173(2) പറയുന്നത്. മാത്രമല്ല ഈ ബലാത്സംഗം പോലത്തെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകൾക്ക് ഒരു വനിതാ പോലീസ് ഓഫീസർ, അതായത് അത്തരം ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്താൽ പോലീസ് ഉടൻ തന്നെ ഈ പോക്സോ കേസും ഈ റേപ്പ് കേസുകളും പോലത്തെ സെക്ഷൽ അസോൾട്ട് കേസസിലും ഒരു VLO, വിക്ടിം ലയോസൺ ഓഫീസർ എന്ന് പറഞ്ഞ് ഒരു വനിതാ പോലീസ് ഓഫീസറെ ആ വിക്ടിമിനെയും വിക്ടിമിന്റെ ബന്ധുക്കളെയും എല്ലാം അവരെ സമാധാനിപ്പിക്കാനും അവർക്ക് റീഅഷുറൻസ് കൊടുക്കാനും എല്ലാം ഗൈഡ് ചെയ്യാനും ഒക്കെ അപ്പോയിന്റ് ചെയ്യണമെന്നാണ്. വിതിൻ 48 hours ഓഫ് റിസീറ്റ് ഓഫ് ദി കംപ്ലൈന്റ്. ആ വനിതാ പോലീസ് ഓഫീസർ വേണം ഈ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാൻ. കാരണം ഒരു വിക്ടിമിന്, ഒരു സ്ത്രീക്ക് അവർക്ക് സംഭവിച്ചിട്ടുള്ള ഇതുപോലത്തെ കാര്യങ്ങൾ ഒരു പുരുഷനോട് തുറന്ന് പറയാനായിട്ടുള്ള കുറച്ച് ഇൻഹിബിഷൻസ് സ്വാഭാവികമായിട്ടും വരും. അതുകൊണ്ട് മാത്രമാണ് ഒരു വനിതാ പോലീസ് ഓഫീസറുടെ അടുത്ത് ഇത് കൊടുക്കണമെന്ന് വെച്ചിട്ടുള്ളത്. അതിപ്പോൾ ഈ കേസിൽ ആ സ്ത്രീ വിദേശത്താണെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു വനിതാ പോലീസ് ഓഫീസർ അവരുമായിട്ട് ബന്ധപ്പെടുകയും അവരുടെ മൊഴി ഇതിൽ കൂടെ വീഡിയോ കോൺഫറൻസിൽ കൂടെ റെക്കോർഡ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീഡിയോ കോൺഫറൻസിൽ കൂടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീഡിയോഗ്രാഫ് ചെയ്തതിന് തുല്യമായി. പിന്നെ ഒരു മിയർ ടെക്നിക്കാലിറ്റിയാണ് 3 ദിവസം എന്നുള്ള ഇതിനകത്ത് അവർ വന്ന് ഒപ്പിടുന്നത്. അത് അവരിവിടെ ഇന്ത്യയിൽ വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസ് അത് രഹസ്യമായിട്ട് ആ ഇൻഫർമേഷൻ വെച്ചിരിക്കുകയാണ്. അവര് 3 ദിവസം കഴിഞ്ഞ് വിദേശത്തുള്ള ഒരാൾ വന്ന് ഒരു 10 ദിവസം കഴിഞ്ഞ് ഒപ്പിട്ടതെന്ന് പറഞ്ഞാൽ അത് കോടതി അതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചില എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ് ഉണ്ട്. ആ ലോയുടെ സ്പിരിറ്റ് നോക്കണം. ആ ലോയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് അവർ ഒപ്പിട്ടിരിക്കണം അവർ കൊടുത്ത പരാതി. പിന്നീട് അവര് ഇലക്ട്രോണിക് മീൻസിൽ ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ വീഡിയോഗ്രാഫ് ചെയ്യുന്നത് വെബ്കാമിൽ കൂടെ നമ്മൾ സംസാരിച്ച് വീഡിയോ കോൺഫറൻസിങ് നടത്തിയാലും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അതിനകത്തൊരു ഇറഗുലാരിറ്റിയോ അത് കാരണം ഇത് കേസ് തള്ളിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ സാർ. അപ്പോൾ വിദേശത്ത് നിന്നുകൊണ്ട് കൊടുത്ത പരാതിയാണെങ്കിൽ പോലും നമുക്കത് വാലിഡ് ആണെന്ന് തന്നെയാണ് സാർ പറയുന്നത്. നേരിട്ട് വന്ന് ഒപ്പിട്ടില്ല എന്ന് കരുതിയിട്ട് അത് തള്ളിപ്പോകാനുള്ള സാധ്യതയില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നേരിട്ട് വന്ന് 3 ദിവസത്തിനകം തന്നെ ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പോകാൻ സാധ്യതയില്ല. അവര് ഇനി വന്ന് ഒരു 3-4 ദിവസത്തിനകത്ത് വന്ന് ഒപ്പിട്ടാലും അത് വാലിഡ് ആണെന്നാണ് ഞാൻ പറയുന്നത്. ഒപ്പിടേണ്ടി വരും. പക്ഷെ ആ 3 ദിവസം എന്ന് ലോയിൽ പറഞ്ഞതിന് വിദേശത്ത് നിൽക്കുന്ന ഒരു വനിതയ്ക്ക് ഇവിടെ വിസ എല്ലാം എടുത്ത് ട്രാവൽ ടിക്കറ്റും ഒക്കെ അറേഞ്ച് ചെയ്ത് ഇവിടെ കുറച്ച് ഡിലേ വന്നെന്ന് പറഞ്ഞ് തള്ളിപ്പോകാനായിട്ടുള്ള ഒരു കാരണമാവില്ല. ഓക്കെ സാർ. ഇതിൽ മറ്റൊരു വിഷയം നമ്മൾ നോക്കുന്നത് പ്രതിയായിട്ടുള്ള രാഹുൽ സഹകരിക്കുന്നില്ല, അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് പോലീസ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അദ്ദേഹം ലാപ്ടോപ്പിന്റെ ലാപ്ടോപ്പ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല, പാസ്വേഡ് പറഞ്ഞു കൊടുക്കുന്നില്ല ഫോണിന്റെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇതിപ്പോ പ്രതി തന്നെ പാസ്വേഡ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ പ്രതി തന്നെ ലാപ്ടോപ്പ് കാണിച്ചു കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് പ്രതിക്കെതിരായിട്ടുള്ള തെളിവുകൾ പോലീസിന് മുന്നിൽ ഹാജരാക്കുക എന്നുള്ളതല്ലേ ഉദ്ദേശിക്കുക. അപ്പൊ അതങ്ങനെ കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് രാഹുലിന് തിരിച്ചടിയാവാൻ ചാൻസ് ഉണ്ടോ? അത് ജോർജ് ജോസഫ് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പ്രതിയും പോലീസുമായി സഹകരിക്കേണ്ട ആവശ്യമില്ല. പ്രതിയുടെ ജോലിയല്ല തെളിവ് ശേഖരിച്ച് കോടതിയിൽ കൊടുക്കേണ്ടത്. നമ്മുടെ ഭരണഘടനയിൽ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 20യുടെ ഉപവകുപ്പ് 3 പറയുന്നത് നോ പെർസ്യൂസ്റ്റ് ഓഫ് എനി ഒഫൻസ് ഷാൽ ബി കമ്പൽഡ് ടു ബി എ വിറ്റ്നസ് അഗെയിൻസ്റ്റ് ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ ഉള്ള ഒരു ഒഫൻസിൽ ഐ കനോട്ട് ബി കമ്പൽഡ് ടു ബി എ വിറ്റ്നസ് അഗെയിൻസ്റ്റ് മൈസെൽഫ്. അത് ഞാൻ വോളണ്ടറി ചെയ്യുകയാണെങ്കിൽ അത് വേറെ കാര്യം. പക്ഷെ ഒരു അഡ്വേഴ്സ് ഇൻഫറൻസ് ഞാൻ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഇന്ത്യയിൽ അഡ്വേഴ്സറിയൽ ജസ്റ്റിസ് സിസ്റ്റവും ഇന്ത്യ, USA, UK ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലെ അഡ്വേഴ്സറിയൽ ജസ്റ്റിസ് സിസ്റ്റവും ഫ്രാൻസ് പോലത്തെ രാജ്യങ്ങളിൽ ഇൻക്വിസിറ്റോറിയൽ സിസ്റ്റമാണ്.
ഫ്രാൻസ് പോലത്തെ രാജ്യങ്ങളിൽ ഒരു മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ പ്രതിയെ ചോദ്യം ചെയ്യാം. പ്രതി സൈലന്റ് ആയിട്ടിരുന്നാൽ അഡ്വേഴ്സ് ഇൻഫറൻസ് ക്യാൻ ബി ഡ്രോൺ അഗെയിൻസ്റ്റ് ദി അക്യൂസ്. പക്ഷെ ഇന്ത്യയിലും UK-ലും USA-ലും ഒന്നും പ്രതിക്ക് റൈറ്റ് ടു സൈലൻസ് ഉണ്ട്. ദാറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. നോ അഡ്വേഴ്സ് ഇൻഫറൻസ് ക്യാൻ ബി ഡ്രോൺ അഗെയിൻസ്റ്റ് ദി അക്യൂസ് ബിക്കോസ് ഹി റിമെയിൻ സൈലന്റ്. അത് വെച്ചിട്ടാണ് നമ്മുടെ നാർക്കോ അനാലിസിസ് ടെസ്റ്റ് സുപ്രീം കോടതി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നും പറഞ്ഞ് സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. ഇവിടെ പ്രോസിക്യൂഷൻ വെക്കുന്ന തുലാസിൽ വെക്കുന്ന തെളിവും ഡിഫൻസ് വെക്കുന്ന തെളിവും ബ്ലൈൻഡ് ഫോൾഡോടുകൂടി ജഡ്ജി വേ ചെയ്തിട്ട് വിധി പറയുന്ന സിസ്റ്റമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് രാഹുൽ സഹകരിക്കുന്നില്ല എന്ന് പറയുന്നത് വെറും ഇമ്മച്വർ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റാണ്. പിന്നെ ലാപ്ടോപ്പിന്റെ കാര്യം, ലാപ്ടോപ്പ് പ്രൊഡക്ഷനായിട്ട് അവർ 94 നോട്ടീസ് കൊടുക്കണം. രാഹുൽ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രൊഡ്യൂസ് യുവർ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കണം. അത് കൊടുത്തിട്ടും അയാള് ലാപ്ടോപ്പ് എടുത്ത് കൊടുത്തില്ലെങ്കിൽ തൂക്കിക്കൊന്നതിലൊന്നും പറ്റത്തില്ല. പിന്നെ ബാക്കി ഫിംഗർ പ്രിന്റ് എടുക്കാം. ഫിംഗർ പ്രിന്റ് എടുക്കുന്നതിൽ അദ്ദേഹം കോപ്പറേറ്റ് ചെയ്യാതിരിക്കുന്ന പ്രശ്നമില്ല, ചെയ്യേണ്ടി വരും. ഫോട്ടോഗ്രാഫ്സ് എടുക്കാം. അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫ് ഓൾറെഡി എടുത്തു കാണും, അവരുടെ സിസ്റ്റത്തിനകത്ത് അപ്ലോഡ് ചെയ്ത് കാണും. കാരണം ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഈ മനുഷ്യൻ ഈ ഫിംഗർ പ്രിന്റ് ഫോട്ടോഗ്രാഫും വെച്ച് സ്കാൻ ചെയ്ത് നോക്കും വേറെ കേസുകളിൽ പ്രതിയായിട്ടുണ്ടോ എന്നൊക്കെ. അതെല്ലാം റുട്ടീനായിട്ട് പോലീസ് ചെയ്യുന്നതാണ്. അതെല്ലാം ചെയ്യും. ബ്ലഡ് സാമ്പിൾസ് എടുക്കാം, സീമൻ സാമ്പിൾസ് എടുക്കാം ഈ റേപ്പ് കേസ് ആയതുകൊണ്ട്. അങ്ങനെ വേറെ പല, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഫോറൻസിക് എവിഡൻസുകളൊക്കെ എടുക്കാം. പക്ഷെ അതിനൊന്നും ഇപ്പൊ പ്രസക്തമല്ല. കാരണം റേപ്പ് കഴിഞ്ഞ് കുറെ നാളായി. അത് റേപ്പ് കേസ് കൺക്ലൂസീവായിട്ട് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സംഭവം നടന്ന ഉടൻ തന്നെ പ്രതിയുടെ വിക്ടിമിന്റെ മെഡിക്കൽ എടുക്കുക, നഖമടക്കം ക്ലിപ്പിംഗ്സ് എടുക്കണം. കാരണം ഈ തൊലി സ്ക്രാച്ച് ചെയ്തിട്ട് നഖത്തിന്റെ ഇടയിൽ സ്കിന്നുണ്ടോ ഇതൊക്കെ എടുത്ത് കൺക്ലൂസീവ് എടുത്ത്, അതുപോലെ പല്ലിന്റെ ഒരു ഇതെടുക്കണം. കടിച്ച പാടുകൾ ഇങ്ങനത്തെ പല്ലാണോ എന്നൊക്കെ നോക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഷെയറിന്റെ ഇതൊക്കെ എടുക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ സമയം കഴിഞ്ഞുപോയി. ഇപ്പം അവരിവിടെ വന്നതിന് ശേഷം അവരുടെ മെഡിക്കൽ റുട്ടീനായിട്ട് എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അത് അതിൽ നിന്നൊന്നും വലിയ എവിഡൻസ് ഒന്നും റിക്കവറി ഒന്നും വരില്ല. ഓക്കെ സാർ. അപ്പോൾ ഈ പറയുന്നത് പോലെ വകുപ്പുകളൊക്കെ ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ളതാണെങ്കിൽ പോലും ഇത് ഇല്ലീഗൽ അറസ്റ്റ് ആണെങ്കിൽ പോലും ബാക്കി കാര്യങ്ങളൊക്കെ പോലീസിന്റെ സൈഡിൽ നിന്ന് അവർ ചെയ്തിരിക്കുന്നത് ക്ലിയർ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് IPC വകുപ്പ് ചാർജ് ചെയ്തിട്ടുള്ളത് ക്ലിയർ ആയിട്ടുള്ള വകുപ്പാണ്. ഓക്കെ. പോലീസ് ചെയ്യുന്നതൊക്കെ ക്ലിയർ ആണെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഈ FIR-ൽ ചാർജ് ചെയ്തിരിക്കുന്നത് ആ വകുപ്പുകൾ കറക്റ്റ് ആയിട്ടുള്ള വകുപ്പുകളാണ് പോലീസ് ചാർജ് ചെയ്തിരിക്കുന്നത്. അതെ, പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ചിട്ട് ഇവർ വരാത്തത് കൊണ്ട് തന്നെ ഈ കേസ് തള്ളിപ്പോകും എന്നുള്ള രീതിയിലൊക്കെയാണല്ലോ പറയുന്നത്, 3 ദിവസത്തിനകം വരാത്തത് കൊണ്ട്. അത് ഈ 173(2)ല് 3 ദിവസത്തിനകത്ത് ഇത് വന്ന് ഒപ്പിടണം എന്നുള്ള ഒരു നിബന്ധനയുണ്ട്. 3 ദിവസത്തിനകത്ത് വന്ന് ഒപ്പിടണം. അപ്പൊ ഇവര് വരൂല എന്നുണ്ടെങ്കിൽ ഈ കേസ് തള്ളിപ്പോകുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇവർ വരാതെ ഇരുന്നാൽ തീർച്ചയായിട്ടും ഈ കേസ് തള്ളിപ്പോകും. പക്ഷെ ഇവര് വന്ന് ഇവർ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഡിലേ കണ്ടനേഷനൊക്കെ കോടതി കൊടുക്കും ആ 3 ദിവസം എന്നുള്ളത്. അപ്പൊ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് വരാനായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രശ്നമാകുമെന്നുള്ളത്. ഓക്കെ. അതിനൊരു ടൈം പീരീഡ് ഉണ്ടോ സാർ? ഇപ്പൊ കോടതി ഇൻ കേസ് ഒരു പരിധി കൊടുത്താൽ പോലും ഒരുപാട് കാലതാമസം നേരിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചടി തന്നെ ആവില്ലേ? അല്ല, ഒരുപാട് ഇതായാൽ ഒരു റീസണബിൾ എന്ന് കോടതിക്ക് തോന്നുന്ന ഒരു ടൈം ലിമിറ്റ്. അങ്ങനെ നമുക്ക് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കോടതി എന്ത് എടുക്കുമെന്ന് പറയാൻ ഒക്കില്ലല്ലോ. കാരണം 3 ദിവസം എന്ന് BNSS-ൽ പറഞ്ഞിരിക്കുന്നു. ആ BNSS-ന്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് കംപ്ലൈ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ BNSS-ന്റെ 36-ാമത്തെ വകുപ്പ് അനുസരിച്ചിട്ട് അറസ്റ്റ് മെമ്മോ അവിടെ വെച്ച് തയ്യാറാക്കണമെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. BNSS 47-ൽ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് അവിടെ വെച്ച് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും കംപ്ലൈ ചെയ്തിട്ടല്ല പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അബ്ഡക്ട് ചെയ്തിട്ട് പോയിരിക്കുന്നതാണ്.
പക്ഷെ കേസ് നിൽക്കും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ആ ലേഡി വന്ന് ഇവിടെ ഒപ്പിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിപ്പൊ തന്നെ കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മാത്രമല്ല അവർ അത് കഴിഞ്ഞിട്ട് 183 മേജിസ്ട്രേറ്റിന്റെ മുമ്പിലുള്ള അവരുടെ രഹസ്യമൊഴി റെക്കോർഡ് ചെയ്യണം. പോലീസിന് ഒപ്പിട്ട് കൊടുത്താൽ മാത്രം പോരാ, മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ അവർ 183 റെക്കോർഡ് ചെയ്യണം. അതും അവർ ഒപ്പിട്ട് കൊടുക്കണം. ഓക്കെ സർ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.